നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളിയിൽ നമുക്കൊപ്പം ചേരുന്നു. ഈ വന്ദനാദാസിന്റെ മരണശേഷം ആരോഗ്യമന്ത്രി നടത്തിയ പ്രതികരണങ്ങൾ വരെ ഇഴകീറി മുറിച്ച് വിമർശിച്ച പ്രതിപക്ഷമാണ്. ഇങ്ങനെ വന്ദനാദാസിന്റെ കുടുംബം ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ എന്ത് നിലപാടാണ് പരസ്യമായി പ്രതിപക്ഷം എടുക്കുന്നുണ്ടോ എന്തെങ്കിലും നിലപാട്? അല്ല അപർണ, അതിൽ ഈ വന്ദനാദാസിന്റെ വിഷയം പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ ആരോഗ്യമന്ത്രിയുടെ വലിയ കഴിവുകേടുമായി ബന്ധപ്പെട്ട് ഒന്ന്, തിരുവനന്തപുരത്ത് ഒരു 7 മാസം 8 മാസം മുമ്പ് സ്വന്തം പിതാവിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി ഒരു മകൻ വരുന്നു. ഈ വന്ന മകനെ അവിടുത്തെ ഗാർഡും അവിടുത്തെ ഈ പറയുന്ന ജീവൻ രക്ഷാ പ്രവർത്തകർ, ഡിവൈഎഫ്ഐ അല്ല കേട്ടോ, അല്ലാത്ത ജീവൻ രക്ഷാ പ്രവർത്തകരുണ്ടല്ലോ ആശുപത്രിയിൽ, അവർ ചേർന്ന് ആക്രമിക്കുന്നു. അത് ചെറിയൊരു വാർത്തയാവുന്നു. വാർത്തയാവുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, മെഡിക്കൽ ഓഫീസറെ, ആ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറെ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നേരിട്ട് വിളിക്കുന്നു. 2 ആഴ്ചക്കുള്ളിൽ ആക്ഷൻ ഉണ്ടാവണം, ആക്ഷൻ ഓൺ ടൈം ഉണ്ടാകും എന്ന് അവർ ഉറപ്പുവരുത്തുന്നു. മടങ്ങിപ്പോകുന്നു. 6 മാസമായി അവർക്കെതിരെ ഇതുവരെ ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ചോദ്യങ്ങൾ നിങ്ങളുടെ ചില മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഞാൻ ഓർക്കുന്നില്ല എന്നാണ്. കോഴിക്കോട് ഒരു പാവപ്പെട്ട സഹോദരിയുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നി കെട്ടി 5 വർഷക്കാലമാണ് ആ സഹോദരി ഈ കത്രികയുമായി നടന്നത്. അതിന്റെ പേരിൽ അവർ സമരം ആരംഭിച്ചു. സമരപ്പന്തലിൽ നേരിട്ടെത്തി വീണ ജോർജ്. സമരപ്പന്തലിൽ സർക്കാരിനെതിരെ, സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ നടക്കുന്ന സമരപ്പന്തലിലേക്ക് നേരിട്ടെത്തിയ വീണ ജോർജ് അവരെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, സർക്കാർ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്, നിങ്ങൾക്ക് വേണ്ട നഷ്ടപരിഹാരം ഞാൻ മേടിച്ചു തരും. സമരം അവർ അവസാനിപ്പിച്ചു. മാസങ്ങൾ കഴിഞ്ഞുപോയി, വർഷങ്ങൾ കഴിഞ്ഞുപോയി. 1.5 വർഷം കഴിഞ്ഞ് നടപടിയില്ലെന്ന് കണ്ടപ്പോൾ അവർ വീണ്ടും സമരപന്തലിൽ ഇറങ്ങി. സമരപന്തലിലേക്ക് ഇറങ്ങി അവരെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു, ഞാൻ ഉണ്ടാവും കൂടെ. പിന്നെയും 2 വർഷങ്ങൾ കടന്നുപോയി. വീണ്ടും അവർ ഇന്നലെയോ മിനിഞ്ഞാന്നോട്ട് അവർ വീണ്ടും സമരമുഖത്താണ്. ആ സഹോദരിയുടെ പേരറിയാമല്ലോ. അപ്പോ ആരോഗ്യ വകുപ്പ് തന്നെ വെന്റിലേറ്ററിലാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കുന്ന ആരും ഇന്ന് ആരോഗ്യ വകുപ്പിൽ ഇല്ല എന്നതിന്റെ തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലായത് വീണ ജോർജിന്റെ കാലം തൊട്ട് ആണ് എന്നുള്ളതാണ്. മുമ്പ് ശൈലജ ടീച്ചർ ആയിരുന്നപ്പോ അവിടെ കുറച്ച് PR വർക്കും കുറേയേറെ അഴിമതികളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല. ആ വകുപ്പൊന്ന് ചലിക്കുന്ന പോലുമില്ല. നിശ്ചലാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥയാണ്. ഇനി വന്ദനയുടെ കാര്യത്തിലേക്ക് വന്നാൽ, അങ്ങ് ചോദിച്ചല്ലോ, നേരത്തെ എനിക്കൊന്ന് ഇടത് പ്രതിനിധിയാണ് അല്ലെങ്കിൽ ഇടത് സഹയാത്രികനാണ് ശ്രീ രാജു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എന്തിനാണ് CBI അന്വേഷണത്തെ എതിർക്കുന്നത്, അല്ല നിങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്, സ്വാഗതം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നോക്കൂ, ഇതിലെ പ്രതികൾ, ആരോപണ വിധേയർ, അത് പോലീസുകാർ തന്നെയാണ്. പോലീസുകാർ തന്നെ ആരോപണ വിധേയരായ ഒരു കേസിൽ പോലീസ് ഏജൻസി അന്വേഷിച്ചാൽ എന്ത് തെളിവ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഡിവൈഎഫ്ഐക്ക്, മറ്റ് സംഘടനകൾക്ക്, സർക്കാർ സംഘടനകൾക്ക് എല്ലാ കാലത്തും ഓശാന പാടുന്ന, എല്ലാ കാലത്തും സർക്കാർ സംവിധാനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സംവിധാനമാണ് പോലീസ് സേന. ആ പോലീസ് സേനയിൽ പോലീസുകാർ തന്നെ ആരോപണ വിധേയരാക്കപ്പെട്ട, ഒരുപക്ഷെ പ്രതി ചേർക്കപ്പെടേണ്ട ഒരു കേസ്. ആ കേസിൽ പോലീസിനെതിരെ പോലീസ് അന്വേഷിച്ചാൽ ഒരു തെളിവും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രഥമ ദൃഷ്ടിയ നോക്കൂ, ഇപ്പൊ അവരുടെ പിതാവ് ഈ ചർച്ചയിൽ പങ്കുചേരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വന്ദനയുടെ പിതാവ് പറയുന്ന ചില ആരോപണങ്ങളില്ലേ, ഒന്ന്, അവിടെ ഏതെങ്കിലും ഒരു പ്രതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗിയോ വന്ന ശേഷം ഇവരെ ആക്രമിച്ച ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ച് പോലീസ് എത്താൻ വൈകുകയല്ല ഉണ്ടായത്. പോലീസ് കൊണ്ടുപോയ രോഗിയാണ്, പോലീസ് കൊണ്ടുപോയ പ്രതി. അവരുടെ കൂടെ തന്നെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവർ ഈ ലോക്ക് ചെയ്ത മുറിയുടെ പുറത്ത് ഭയചകിതരായി ഈ കൊലപാതകം കണ്ട് നോക്കി നിൽക്കുകയാണ്. പിന്നെ എന്തോന്ന് പോലീസാണ്? കൊലപാതകം കഴിഞ്ഞ ശേഷം പോലീസിന് ഈ പറയുന്ന പ്രതിയെ കീഴ്പ്പെടുത്താൻ പറ്റി, ദ്രുതഗതിയിൽ അവരെ പിടിക്കാൻ പറ്റി, അവന്റെ കൈ കൂട്ടി കെട്ടാൻ പറ്റി, മീഡിയാസിന് വിഷ്വൽസ് തരുന്ന രീതിയിൽ അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റി, ഇതൊക്കെ പറ്റി. പക്ഷേ കൊലപാതകം നടക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ഗോൾഡൻ അവർ എന്ന് നമ്മൾ പറയില്ലേ, ആ ഗോൾഡൻ അവറിൽ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ കൈയും കെട്ടി ഈ ഗ്രില്ലിനപ്പുറത്ത് കൈയും കെട്ടി നോക്കി നിന്നു. അത് സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ്. സംശയമേ വേണ്ട, അതിൽ സംശയം ഉണ്ടാവുകയാണ് എന്നൊരു പിതാവ് പറഞ്ഞാൽ, മകളെ നഷ്ടപ്പെട്ട ഒരു പിതാവ് പറഞ്ഞാൽ അത് അന്വേഷിക്കപ്പെടണം. അതിലെന്താ സംശയമുള്ളത്? അന്വേഷിക്കപ്പെടേണ്ട. ഞാൻ ചോദിക്കുന്നത് ആ ഒരു നിലപാട് ഇതിലൊരു രാഷ്ട്രീയ വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ചർച്ചയിലേക്ക് കടക്കുമ്പോഴും പ്രതിപക്ഷം ഇതിനൊപ്പം നിൽക്കുകയാണ്. ആ ഒരു ഉറപ്പ് വസന്ത് തെങ്ങുംപള്ളിക്കുണ്ട് അല്ലേ?
തീർച്ചയായും പ്രതിപക്ഷം, ഞാൻ പറഞ്ഞ അല്ല, ഒരു 10 സെക്കൻഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അതായത് തീർച്ചയായും പ്രതിപക്ഷം ഇതിനൊപ്പമാണ്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമൊന്നുമില്ലല്ലോ. CBI അന്വേഷണം വന്നു എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഇമേജിനെ ബാധിക്കാനൊന്നുമില്ലല്ലോ. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അധികം പണമൊന്നും പോവില്ലല്ലോ. വന്ദനാദാസിന്റെ പിതാവും കൂടെ ഒക്കെ 2 രൂപ അധികം സെസ് കൂടെ കൊടുക്കുന്നതാണല്ലോ ഈ ഖജനാവ്. അതിൽ നിന്ന് ഈ ചെലവ് വന്നാലും കുഴപ്പമില്ലെന്നേ. അന്വേഷിക്കട്ടെ. ഒരു മകളെ നഷ്ടപ്പെട്ട അപ്പന്റെ ആഗ്രഹമല്ലേ, ആവശ്യമല്ലേ, അത് അന്വേഷിക്കപ്പെടണം. ഞാൻ തിരികെ എത്താം. ഏതായാലും അല്പം വൈകി വന്ദനാദാസിന്റെ അച്ഛൻ KG മോഹൻദാസ് നമുക്കൊപ്പം ചർച്ച ചെയ്യാൻ ചില സാങ്കേതിക വശങ്ങൾ കൊണ്ട് അദ്ദേഹത്തിലേക്ക് പോയതിനു ശേഷം അതാണ് കുറച്ചും കൂടെ വ്യക്തമാകുക ഏത് തലത്തിലേക്കാണ് ചർച്ച കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്.